വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം നാളെ ഇസ്രയേലിലേക്ക് പോവാണ്. ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് വരുന്ന വാർത്തകളിലൊന്ന് അയൺ ഡോമിന്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഇന്ത്യക്ക് നൽകാൻ കൈമാറാൻ തയ്യാറാണ് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് നിർണായകമായിട്ടുള്ള ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം ഒരുപാട് എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പാകിസ്ഥാനിൽ നിന്നുണ്ടായ ആക്രമണങ്ങളെ വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ചെറുത്ത് തോൽപ്പിച്ചതുമാണ്. പക്ഷേ ഇന്ത്യ വളരെ വലുതാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമാണ്. അതുപോലെയല്ല ഇന്ത്യയുടെ വലിപ്പം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ശത്രുക്കളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ കാര്യത്തിനൊന്നും ഒരു സ്ഥിരതയുമില്ല. ഇപ്പൊ തൽക്കാലം ഇന്ത്യക്ക് അനുകൂലമായി മാറുന്നുവെങ്കിലും നാളെ വീണ്ടും നമുക്കൊരു ശത്രു ഭരണാധികാരി അവിടെ വന്നുകൂടായെന്നുമില്ല ഇന്ത്യക്ക് എതിരായിട്ട് നിൽക്കുന്ന. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തീവ്രവാദികളും ഭീകര സംഘടനകളും ഒക്കെ ഭാവിയിൽ ഡ്രോണുകൾ പോലെയുള്ള അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ ആയുധങ്ങൾ ഒരു വലിയ നമ്പർ ഇന്ത്യയുടെ മേൽ ഈ പറയുന്ന പോലെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആയുധങ്ങൾ മതിയാകാതെ വരും. നമ്മൾ എത്ര വലിയ ശക്തി എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടുതലായതുകൊണ്ടും ശത്രുക്കൾ ഒട്ടും മോശമല്ലാത്തത് കൊണ്ടും നമുക്ക് കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, ഇപ്പോൾ ബംഗ്ലാദേശും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന രീതിയിലാണ്. ഇതിനൊക്കെ പുറമെ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ നമ്മുടെ ശത്രുക്കൾ ഒരുപാട് പലയിടങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനു പുറമെ പാകിസ്ഥാൻ കയറ്റുമതി ചെയ്യുന്ന, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ബംഗ്ലാദേശ് കയറ്റുമതി ചെയ്യുന്ന ഭീകരവാദികളുണ്ട്, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭീകരവാദികളുണ്ട്. അങ്ങനെ ഇന്ത്യക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പൊ ആയുധങ്ങൾ എത്ര കിട്ടിയാലും മതിയാവില്ല എന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് അയൺ ഡോം ഉൾപ്പെടെ ഇന്ത്യക്ക് നൽകാമെന്ന് ഇസ്രയേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായിട്ടുള്ള ഉഭയകക്ഷി പ്രതിരോധ കരാറ് വിപുലീകരിക്കുവാനും ഇതിനൊപ്പം സൈനിക ഉപകരണങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള സഹകരണം ഉറപ്പാക്കുക എന്നതും ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നിർണായകമായ നീക്കങ്ങൾ എന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ആയുധങ്ങൾ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളുടെ ആയുധങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കും. അവിടെയാണ് ഇതിലെ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഇന്ത്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മൾ റഷ്യൻ ആയുധങ്ങൾ ഓൾറെഡി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇന്ത്യൻ കമ്പനികൾ പല ആയുധ ഭാഗങ്ങളും ഇന്ത്യയിൽ ഇന്ന് നിർമ്മിക്കുന്നുണ്ട്. അത് കൂടുതൽ വിപുലീകരിക്കാനുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഫ്രാൻസിന്റെ ആയുധങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സമാനമായ കരാറുകളുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ആയുധങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവാണ്. ജർമ്മനിയുമായിട്ട് ഓൾറെഡി നമ്മൾ സമാനമായ ഒരു കരാറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യയുടെ മാൻ പവറിനെ വളരെ വിദഗ്ധമായിട്ട് ഭംഗിയായിട്ട് ഉപയോഗിക്കുക മാത്രമല്ല, ഇപ്പോ ഇന്ന് റഷ്യയും അല്ലെങ്കിൽ ചൈനയും ഇറാനും ഉത്തര കൊറിയയും ഒക്കെ പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പോ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഒന്നും ഒരിക്കലും പ്രതിരോധ മേഖലയിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ സഹകരിക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഈവൻ ഇസ്രായേൽ ഉൾപ്പെടെ സഹകരിക്കാനുള്ള സാധ്യതയില്ല. അവരെയൊക്കെ തന്നെ ശത്രുപക്ഷത്തോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയോ നിർത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പൊ ഇന്ത്യ പക്ഷേ എല്ലാ രാജ്യങ്ങളുമായിട്ടും സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ത്യ വളരെ വിദഗ്ധമായ ഒരു പുതിയ തന്ത്രവുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇന്ത്യക്കും ഇസ്രായേലിനും ഒരേപോലത്തെ വെല്ലുവിളികളുണ്ട്. അതായത് ഇസ്രായേലിനും തീർച്ചയായിട്ടും അയൽ രാജ്യങ്ങളിൽ നിന്ന് വെല്ലുവിളികളുണ്ട്, ഇന്ത്യക്കും അതേപോലെ തന്നെയുള്ള വെല്ലുവിളികളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇസ്രായേലിന്റെ അയൺ ഡോം വളരെ നല്ലൊരു ആയുധമാണ്. കാരണം ഈ റോക്കറ്റുകളെ അല്ലെങ്കിൽ ഡ്രോണുകളെ ഒക്കെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ആയുധമാണ് അയൺ ഡോം. അപ്പൊ അതിന്റെ സാങ്കേതിക വിദ്യ പങ്കുവെക്കുന്നതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. കേവലം ഒരു ആയുധ ഇടപാടിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യ ഇസ്രായേൽ ബന്ധം കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്നു എന്ന രീതി കൂടി നമ്മൾ ഇതിനെ കാണണം. ഇന്ത്യക്ക് അയൺ ഡോം പോലെ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധത്തിന്റെ ടെക്നോളജി കൈമാറാമെന്ന് ഇസ്രായേൽ പറയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മേൽ എത്രമാത്രം വിശ്വാസം ഇസ്രായേലിൽ ഉണ്ടാകണം. അതായത് അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് ഇസ്രായേൽ ഇന്ന് ഏറ്റവും അധികം വിശ്വസിക്കുന്ന രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ ഇസ്രായേലിനെയും സഹായിക്കുന്നുണ്ട്, പല സമയങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. അവ പലതും വളരെ രഹസ്യാത്മകത നിലനിർത്തുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇസ്രായേൽ ഇന്ത്യയും സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇനിയുള്ള ഇടപാടുകൾ, ആയുധ ഇടപാടുകൾ കേവലം കച്ചവടമോ ആയുധ വ്യാപാരമോ എന്നതിലപ്പുറം രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏറ്റവും ശക്തമായ പങ്കാളിത്തം അല്ലെങ്കിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള സഹകരണം ഇതിലൂടെ വർദ്ധിപ്പിക്കും. പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ കൂടുതൽ ശക്തമാകും. പ്രതിരോധ വ്യവസായ രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങളും നിക്ഷേപവും ഇത് കൊണ്ടുവരും. ഇതിനു പുറമെ ഇന്ത്യയുമായി ചേർന്ന് ഒരു പുതിയ
പ്രതിരോധ അച്ചുതണ്ടുണ്ടാക്കുക എന്ന ലക്ഷ്യവും ഇസ്രയേലിനുണ്ട്. ഇസ്രയേൽ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഇന്ത്യ അതിന് കിട്ടില്ല എങ്കിലും തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് ഒരു ഒരു അനൗദ്യോഗിക സഖ്യം ആരൊക്കെയാണ് അതിലുണ്ടാവുക? ഇന്ത്യ, ഇസ്രയേൽ, ഗ്രീസ്, സൈപ്രസ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിനകത്ത് UAE കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അറബ് രാജ്യമായിട്ടുള്ള, ഇസ്ലാമിക രാജ്യമായിട്ടുള്ള UAE കൂടി ഈ ഒരു സഖ്യത്തിൽ അനൗദ്യോഗികമായി തന്നെ ഉണ്ടാവും. കാരണം UAEക്ക് എതിരായിട്ടുള്ള കളികൾ സൗദിയും തുർക്കിയും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ UAEയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരൊക്കെയാണ്? തുർക്കി, ഖത്തർ, സൗദി, പാകിസ്ഥാൻ ഒക്കെയാണ്. ഇന്ത്യക്ക് പാകിസ്ഥാൻ ഒക്കെയുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല ടേംസ് ആണുള്ളത്. പക്ഷെ എന്നാൽ പോലും നമുക്കറിയാം തുർക്കിയൊക്കെ നമുക്കെതിരെ പല കളികളും കളിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അവിടെ ഇന്ത്യ ഇസ്രയേൽ ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടുകെട്ടാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. ഇസ്രയേലിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രതിരോധ വിദഗ്ധരിൽ പലരും ഈ അടുത്ത ചില ദിവസങ്ങളിൽ തന്നെ കൊടുത്ത സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചാൽ അറിയാം അവർക്ക് തുർക്കി ഖത്തർ കൂട്ടുകെട്ട്, തുർക്കി പാകിസ്ഥാൻ കൂട്ടുകെട്ട് ഏറ്റവും വലിയ ഭീഷണിയായിട്ടാണ് അവർ കാണുന്നത്. അതായത് ഇറാനേക്കാൾ അപകടകരമായ ശത്രുക്കളായിട്ട് തുർക്കി, പാകിസ്ഥാൻ, ഖത്തർ ആ ഒരു ഗ്രൂപ്പിനെ ഇന്ന് ഇസ്രയേൽ കാണുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഇസ്രയേൽ റിലേഷൻ കൂടുതൽ ശക്തമാകാനുള്ള എല്ലാ സാധ്യതകളും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ കാണുന്നുണ്ട്. ഇതിലുപരിയായിട്ട് കൂടുതൽ ആയുധ ഇടപാടുകളും ഡിഫൻസ് കരാറുകളും ഒക്കെ നമുക്ക് ഈ സന്ദർശന വേളയിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം.